grandpa. You are died, grandpa. ഇനി അടുത്താള് വരൂ. കമോൺ. ഓക്കെ ഗ്രാൻഡ്പാ ചത്ത് കുട്ടിയുടെ വയക്കണ്ട പോലെ കിടക്കുന്നത് കണ്ടില്ല ഒറ്റ അമ്മ അതുകൊണ്ട് സേഫ് കളിക്കണം. അയ്യോ രണ്ടുപേരും ഒരുമിച്ച് സൗണ്ട് കുഴപ്പമാണ്. ഓക്കെ അയ്യോ ബിരിയാണീൻ്റെ മേലെ മറിഞ്ഞു ചവിട്ടിയിട നമുക്ക് ഗ്രാൻഡ് പണി തട്ടാൻ പറ്റും. മുട്ട എന്ത് വലിയ ആളാവാൻ നോക്കണ്ട. നോ ഹൈഡിങ് ചലഞ്ച് കംപ്ലീറ്റ് ഗൈസ്. ഏറ്റവും അത്രയുള്ളൂ. നോ ഹൈഡിങ് ചലഞ്ചാണ് ഗൈസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 2 ഗൈസ്. ഇന്ന് ഞാനൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രാനി ചാപ്റ്റർ 2 ഗൈസ്. നോ ഹൈഡിങ് ചലഞ്ച് ഗൈസ്. നിങ്ങളെന്താ നോ ഹൈഡിങ് ചലഞ്ചാണ് ഗൈസ്. കുറച്ച് ടഫാണ് ചലഞ്ച്. ഇപ്പം നമ്മക്കെത്ത് ടഫ് കാരണം നമ്മൾ ഗൈസ് കുറേ കണ്ടിരിക്കണം ഈ ഗെയിം. കാരണം നോ ഹൈഡിങ് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഗൈസ് ഗ്രാനിനെയും ഗ്രാൻഡ് പേനെയും കണ്ട ഒരു സ്ഥലത്ത് പോലും ഒളിക്കരുത് ഗൈസ്. ഒളിക്കാനേ പാടില്ല. ഡോണ്ട് നമ്മൾ ഒളിക്കാനേ പാടില്ല ഗൈസ്. അതാണ് ടാസ്ക് ഗൈസ്. ഈ ടാസ്കിൽ നമ്മൾ വിന്നറാകുമോ? എന്ത് ഗൈസ് ടാസ്ക് നമുക്ക് വിഷയമൊക്കെ കാര്യമില്ല. ഇതിലും വലുത് കണ്ടെത്തനാണ് ഞാൻ. ഇതാണ് താളം. ഓക്കെ നമുക്ക് എന്തായാലും ആദ്യം തന്നെ അവിടെ പോയി നമ്മൾ മുട്ടത്തലേൻ്റെ വീസെടുക്കാം. അയാൾ എവിടെയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും അയാൾ കക്കൂസക്കാണ് പോണത്. ഏകദേശം നമുക്ക് ആദ്യം ഇവന്മാരെ കണ്ടാൽ ഇങ്ങോട്ട് വിളിച്ചെത്താം. ഞാൻ എന്തായാലും മുകളിലായിരിക്കും ഷുവർ ഉറപ്പാണേ. ഞാനിപ്പോൾ ഗ്രാനിയെ കണ്ട് ഗ്രാനിയെ കണ്ട വരുന്ന കണ്ടോ ഗ്രാനി ഉണ്ട്. ഗ്രാനിപ്പോൾ ഇവന്മാരെ നമുക്ക് ഓടിക്കൊടുപ്പിച്ചുകൊണ്ട് മേൽക്കറണം. എന്നിട്ട് രണ്ടാൾ ചത്ത. അതാണ് ഗസ്റ്റ് ഹൗസ് നമുക്ക് കഴിയേണ്ടത്. ഞാനിത് കണ്ടതങ്ങനെ ഈ തുറക്ക് നമ്മളമ്മമാരെ ഓടിത്തോൽപ്പിച്ചാണ് എത്തിയത് ഗൈസ്. നമുക്ക് കുഴപ്പം ചെയ്യാം. ഞാൻ ഈ സാധനം കൂടെ ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. അമ്മമാർ ഇങ്ങോട്ട് വരും. മാങ്ങാത്തോലി ഇത് ഭയങ്കര കഷ്ടമായിട്ട് ഗൈസ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ കുഴപ്പം ഗൈസ്. ഇപ്പോൾ വരും രണ്ടുപേരും ഒരുമിച്ച് വരികയാണെങ്കിൽ പെട്ട് ഗൈസ്. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് വരുന്നേ. ഗ്രാൻഡ്പാ ആദ്യം വരുന്നുണ്ട്. ഗ്രാൻഡ്പാ യു ആർ ഡൈഡ് ഗ്രാൻഡ്പാ. ഇനി അടുത്താൾ വരൂ. കമോൺ. ഓക്കെ ഗ്രാൻഡ്പാ ചത്ത് വെട്ടിയിട്ട് വയക്കണ്ട പോലെ കിടക്കുന്നത് കണ്ടില്ല ഒറ്റ അമ്മച്ചി. അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ക്രോബാർ എടുക്കണം. ക്രോബാറും പല സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മേലെ പോയിട്ട് സെറ്റാക്കാം. എസ്കോ അയ്യോ കയറാ ഇങ്ങോട്ട്. അല്ല പിന്നെ അവൻ കയറാതൊക്കെ. ഓക്കെ ഹാൻഡിലെടുത്തോ. മറ്റേ പട്ടിയാണെങ്കിൽ അവിടെ നിന്ന് കിടന്ന് സൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ ഗൈസ് ഞാൻ ഹാൻഡ് വീൽ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാഡ് ലോക്കിങ് കൂടി അടിക്ക് ഇടാം. ഓക്കെ അവിടേക്ക് ഇടണം. ഓക്കെ സെറ്റ് ഞാൻ ഹാൻഡ് വീലും എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്രോപ്പർ എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പാഡ് ലോക്ക് എടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. സെറ്റ് പാഡ് ലോക്ക് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്കിതും അവിടെ കൊണ്ടുപോയി ഇടണം. ഓക്കെ ഗൈസ് നോ ഹൈഡിങ് ചലഞ്ചാണ് ഗൈസ്. നമ്മളിതായിട്ട് ഒളിച്ചിട്ട് ഗൈസ് അതാണ് പ്രത്യേകത. ഈ സ്റ്റോണറിൻ്റെ ബുള്ളറ്റ് ആകുമ്പോൾ നിൽക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നടക്കട്ടെ. ഇത് ടഫ് ക്രോബാർ നമുക്കിത് പറയാം. മച്ചന്മാരെ സേഫ് കളിക്കണം. എസ്മാർ സ്പൂൺ അയക്കണമെന്നാണ് തോന്നണേ. ലാപ്പാപ്പൻ ഞാൻ എന്തൊരു സൗണ്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. കുറച്ചേരം 2 മിനിറ്റ് അയക്കണമെന്നാണ് തോന്നണേ ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് സൗണ്ട് ഉണ്ടാക്കാം. എന്നാലും സേഫായി കളിക്കണം ഗൈസ്. കാരണം നമ്മൾ ഗ്രാനി സ്പോണാവുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തോന്നിട്ടിട്ടേ കളിപ്പായാം. അതൊന്ന് 2 ഹൗസ് ഗൈസ്. നമ്മൾ ഈ ഗെയിമിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മാപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഹൗസ് ഗൈസ് ഡോർ എസ്കേപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഡോർ എസ്കേപ്പിന് ആവശ്യമുള്ള എല്ലാ സാധനവും മുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത് പൊട്ടന്മാരെ നെറ്റിങ്ങൾ എല്ലാം ഈ വീടിൻ്റെ 2ാം ഫ്ലോറിലും 3rd ഫ്ലോറിലുമാണ്. ഏറ്റവും അടിയത്ത് ഗ്രൗണ്ട് ഫ്ലോറ്, അതിൻ്റെ അടിയത്ത് ഗൈസ് ബേസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ മേലത്തെ നമ്മളെ
അതിൻ്റെ മേലത്തെ ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറാണ് ഇതിൻ്റെ താഴത്തത്. ഇത് 2ാം ഫ്ലോറാണ്. ഇതിൻ്റെ മേലത്താണ് എന്നുവെച്ചാൽ 2nd ഫ്ലോറ്. ഞാൻ സൗണ്ട് ഉണ്ടാക്കണ്ട കേസ്. ഇവന്മാർ വരുന്നില്ലല്ലോ. എന്താണ് നിങ്ങൾ കാണിക്കണേ? നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് പൊട്ടികൾ. ഇവന്മാരത്തെ വരാത്തേക്ക് നേരെ ഇല്ല കേസ്. ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കണേ. ഇവന്മാർ വരുന്ന ഇതാണ് ഇവന്മാർ കുഴപ്പമില്ല. ലാഗ് അടിപ്പിച്ച മനസ്സിലായി. ഇത് വേഗം വരുമോ പട്ടി അല്ലേ? ഗ്രാനി എവിടെ പോയി എടുക്കണേ ഗ്രാനി? വരുന്നുണ്ട്. അയ്യോ 2 പേരാ വരുന്നേ. സേഫ് കളിക്കണം. അയ്യോ 2 പേരും ഒരുമിച്ചൊന്നും കേസ്. അതുകൊണ്ട് കുഴപ്പമാണ്. ഓക്കെ അയ്യോ ഗ്രാനീൻ്റെ മേലെ മറിഞ്ഞിട്ട് കേസ്. ഓക്കെ ചവിട്ടിയിടെ ഓക്കെ നമുക്ക് ഗ്രാൻഡ് പെണ്ണി തട്ടാൻ പറ്റും. പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ പഠിക്കണ്ട. നിദാനാണ് കളിക്കുന്നത്. MSP നമ്മൾ മുട്ട എന്തെങ്കിലും വലിയ ആളാവാൻ നോക്കണ്ട. അല്ല പിന്നെ വലിയ ആളാവാൻ വിചാരം പോടാ കിളവാ. നീയൊന്നും എൻ്റെ മുമ്പിൽ ഒട്ടുമല്ലോ. ഓക്കെ ഇത് പുറത്തിടാം. ഇനി നമുക്ക് ഈ സാധനം ഇവിടെ ഇടാം കേസ്. ഏകദേശം എല്ലാം സെറ്റായി കേസ്. ഇനി ഒട്ടുമില്ല കേസ്. ഇനി നമ്മൾ നേരെ എസ്കേപ്പ് ആവത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കട്ടിംഗ് പ്ലെയറാണ്. കട്ടിംഗ് പ്ലെയർ എടുക്കൂ. ഡ്രസ് കൊടുത്തിട്ടുണ്ട് മച്ചന്മാരെ. ഇനി നമുക്ക് ഈ പെയിൻറ്റിങ് ഒക്കെ ഇതാക്കാം. കട്ട് ചെയ്തിടാം. ഗ്രാൻഡ് ഞാനും കൂടി ഗ്രാനിയെ ഒറ്റ ഇട്ടുകണേ. ഓക്കെ ക്രോബാർ. ഓക്കെ ഗ്രാൻഡിനെ സൂചിക്കണം. ഗ്രാൻഡ് പോസാകയുടെ സമയത്ത് ഇവിടെ സ്പോൺ ആവില്ലിട്ട്. അപ്പം നമുക്ക് പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. പിന്നെ ഡോർ ഹാൻഡിലല്ല പാഡ്. ഡോർ ഹാൻഡിൽ കറക്റ്റ്. ഓക്കെ ഡോർ ഹാൻഡിൽ പാഡിലൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് പാഡിലൊക്കെ ഇവിടെ കാണും. നമുക്ക് നോക്കട്ടെ. പാഡിലൊക്കെ വേണം. ഡോർ ഹാൻഡിൽ സെറ്റ് ചെയ്ത് നമുക്ക് പാഡിലൊക്കെ വേണം. പാഡിലൊക്കെ കാണാൻ കേസ്. അയ്യോ ആണല്ലേ പാഡിലൊക്കെ ഇല്ലെങ്കിൽ കളിക്കാനില്ല കേസ് ചെയ്യാൻ. പാഡിലൊക്കെ മാറി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാഡിലും കൂടി സെറ്റാക്കിയാണ്ട് അടി കൊണ്ട് വെച്ചാൽ തിരിച്ച് മറ്റന്നാൾ അടി സംഭവം കിട്ടിയിട്ട് ഞാനിപ്പോൾ ഇഷ്ടം. പക്ഷേ പേടിയില്ല കേസ്. നമ്മളിതൊക്കെ ധാരണം ചെയ്ത് കംപ്ലീറ്റ് ആക്കും. തിരികെ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കും മച്ചന്മാരെ. എസ്കേപ്പ് പോണേ. 3, 2, 1 ഈസി ഗൈസ്. നോ ഹൈഡിങ് ചലഞ്ച് കംപ്ലീറ്റ് ഗൈസ്. ഇതൊക്കെ അത്രേ ഉള്ളൂ. നോ ഹൈഡിങ് ചലഞ്ചാണ് ഗൈസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് ഗൈസ്. അത്രമാത്രം ടഫെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ഒളിച്ചിട്ട് പോയില്ല ഗൈസ്. 2 പേരും ഒന്നില്ല ഗൈസ്. ആ സമയത്ത് നമ്മൾ ഒളിച്ചിരുന്നാണ് അടിക്കണം. അതിന് പക്ഷേ നമ്മൾ ഒളിച്ചിരുന്നത് അടിച്ചു ഗൈസ്. അതാണ് ഗൈസ്. നമ്മൾ സാധാരണ ഒളിച്ചിരുന്നാണ് അടിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്രാവശ്യം ഒളിച്ചിരുന്ന അത് അടിച്ച് ഗൈസ് 2 പേരും കൊന്ന് കളിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ഗൈസ് ഇതിന് എസ്കേപ്പ് ആയിട്ടുണ്ട് മച്ചന്മാർ ഗൈസ്. അപ്പം നിങ്ങളെ ഗൈസ് വീഡിയോക്കാണ് എല്ലാവർക്കും ബൈ ഗൈസ്. നമുക്ക് ഗൈസ് ഗ്രാനി ചാപ്റ്റർ നൈറ്റ് മെയറിൻ്റെ ഒരു ഗെയിം പ്ലേ ഉണ്ട് ഗൈസ്. ചാപ്റ്റർ 2 നൈറ്റ് മെയറിൻ്റെ ഇതില്ലേ ഗൈസ്. എന്ത് ഹെലികോപ്റ്റർ എസ്കേപ്പ്. അത് വേണമെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. നമ്മൾ നൈറ്റ് മെയർ മോഡിൽ അത് കളിച്ചിട്ട് നമ്മൾ ബോട്ട് എസ്കേപ്പും ഡോർ എസ്കേപ്പും ഒക്കെ നൈറ്റ് മെയർ മോഡിൽ ചെയ്തു. ഇതിൻ്റെ ഒരു ഹെലികോപ്റ്റർ എസ്കേപ്പും കൂടി ഉണ്ട് ഗൈസ് നൈറ്റ് മെയർ മോഡിൽ. അപ്പോൾ നമുക്കതും കൂടി ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടുവരെല്ലാവരും ഡു ലൈക്ക് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ വേറൊരു ചലഞ്ച് വീഡിയോ പിന്നെ കാണാം. എല്ലാവർക്കും ബൈ.